വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ഇന്നത്തെ തുടക്കം എന്ന് വെച്ചാൽ കാലത്തുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഒന്ന് റിലാക്സ് ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി വിരിക്കാനായിട്ട് റൂമിൽ കയറിയതാണ്. മോൻ എപ്പോഴാണോ എണീക്കാറ് അതിന് ശേഷമായിരിക്കും ഞാൻ എപ്പോഴും ഇപ്പോൾ റൂമിലേക്ക് വരാറ്. ബെഡ്ഷീറ്റൊക്കെ മാറ്റാനും റൂമൊന്ന് വൃത്തിയാക്കാനും ഒക്കെ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മോനാണ് ലാസ്റ്റ് എണീക്കാറ് എപ്പോഴും അങ്ങനെയല്ല, എന്നാലും ചില ദിവസങ്ങളിലൊക്കെ മാറ്റം വരും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും മോൻ എണീറ്റതിന് ശേഷമാണ് റൂമൊന്ന് നീറ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. മക്കളെയും ഒന്ന് ഒതുക്കിയിരുത്തി ഇനി നേരെ കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണമല്ലോ, അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഇപ്പോൾ കിച്ചണിൽ എത്തിയിട്ടുള്ളത്. എൻ്റെ കിച്ചൺ നിങ്ങൾ സൂക്ഷിച്ചൊന്നും നോക്കണ്ട, ചെറിയ തോതിൽ മിസ്സായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഞാനതിപ്പോൾ മൈൻഡ് ആക്കുന്നില്ല. എന്നും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വേണ്ടല്ലേ. പിന്നെ ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള അരി കഴുകിയിടാമെന്നാണ് വിചാരിച്ചത്. അതുതന്നെയാണ് പതിവ്. എപ്പോഴും അരിയാണ് ഞാൻ ആദ്യം കഴുകിയിടാറ്. പിന്നെ ഇന്ന് മീൻ മേടിച്ചിട്ടുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു അരി എന്തായാലും അത്യാവശ്യം നല്ലോണം സമയം എടുത്തിട്ടാണ് വെന്ത് കിട്ടുള്ളൂ. ഒരുപാട് നേരം തിളപ്പിച്ചെടുത്ത് പിന്നെ റൈസ് കുക്കറിൽ കുറേ നേരം വെച്ചിട്ടാണ് വെന്ത് വരുന്നത്. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ കഴുകിയിടുന്നുണ്ട്, അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഇനി മീനൊന്ന് വൃത്തിയാക്കി എടുക്കണം. എനിക്ക് ഒട്ടും ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ മീൻ എങ്ങനെ വൃത്തിയാക്കി എടുക്കും എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മീൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ എനിക്കതിൽ മനസ്സിലായി. പിന്നെ ഇവിടെ എപ്പോഴും ചെറിയ മീനുകൾ അല്ലെങ്കിൽ സിലോപ്പി മാത്രമേ മേടിക്കാറുള്ളൂ. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ വലിയ മീനുകളൊന്നും കഴിക്കാറില്ല. പിന്നെ ഈ മീനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെ നേരാക്കിയിട്ടും ശരിയാവുന്നുണ്ടായിരുന്നില്ല. മീൻ തന്ന ആൾ മീൻകാരൻ മത്തി നേരാക്കുന്നത് പോലെ നേരാക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ കയ്യിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് കത്തി കൊണ്ട് അതിൻ്റെ ചെളുക്കയുണ്ടല്ലോ, ചിതമ്പൽ എന്നൊക്കെ പറയും, ഞങ്ങളിവിടെ ചെളുക്ക എന്നാണ് പറയുക. അപ്പോൾ അത് ചുരണ്ടുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് കിച്ചണിൽ തന്നെ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ചെളുക്ക എല്ലാ ഭാഗത്തേക്കും തെറിക്കുന്നുണ്ടായിരുന്നു. അതെനിക്കെന്തോ വലിയ ഇഷ്ടമായിട്ട് തോന്നിയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ആ മീൻ വൃത്തിയാക്കി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാലകളൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ആദ്യം കരുതിയത് മീൻ എന്തായാലും കറിയും വെച്ച് ഫ്രൈ ചെയ്യുകയും ചെയ്യാമെന്നായിരുന്നു. പക്ഷേ മീനിൻ്റെ തലയൊന്നും ഞാൻ എടുത്തില്ല, ഞാനതൊക്കെ കളഞ്ഞു. എനിക്ക് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളഞ്ഞു. മനസ്സിനൊരു തൃപ്തിയില്ലാതെ കറി വെച്ച് കഴിച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ തല മാത്രം കളഞ്ഞു, ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതി. അപ്പോഴേക്കും ചോറിൻ്റെ കാര്യം എന്തായി എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ അടുക്കള, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുക വേണ്ട. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ വേഗം ചോറ് റൈസ് കുക്കറിലേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. സാധാരണ ഈ ഗ്യാസിൻ്റെ സൈഡിൽ തന്നെയാണ് വെക്കാറ്. ഞാൻ അവിടെ നിന്ന് മാറ്റിയത് വേറെ ഒന്നും കൊണ്ടല്ല. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പും വാൾ ടൈലും എല്ലാം ഒന്ന് സോപ്പ് ഉപയോഗിച്ച് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു. മൊത്തം മീനിൻ്റെ ആ ഒരു വെള്ളവും പിന്നെ മീനിൻ്റെ ചെളുക്കയും എല്ലാം തെറിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും വൃത്തിയാക്കാതിരുന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ സിങ്കിൽ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കിച്ചൺ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ധൃതിയിൽ ഓരോ പാത്രങ്ങളായിട്ട് കഴുകുന്നത്. പിന്നെ ഇത്രയും സ്പീഡിലല്ല ഞാൻ കഴുകുന്നത്, കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ തന്നെ 11 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ ചില ഭാഗങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഭാഗവും ഞാൻ ടൈം ലാപ്സിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് നേരം നിന്നതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ സമയമെടുക്കും. അതുമല്ല നിങ്ങൾക്ക് കണ്ടിരിക്കാനും ബോറിംഗ് ആവും.
അപ്പോൾ ടൈം ലാപ്സിലാവുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെ ഓടി ഓടി നടന്ന് ഓരോന്ന് ചെയ്താൽ മതി. എല്ലാ ഭാഗവും ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. ജനലിൻ്റെ സൈഡും ഗ്യാസ് ടോപ്പും പിന്നെ കൗണ്ടർ ടോപ്പും വാൾ ടൈലും എല്ലാ ഭാഗവും സോപ്പിട്ട് തേച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കഴുകാമെന്ന് വിചാരിച്ചു, പക്ഷേ അടിയിൽ കബോർഡ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച് കഴുകിയില്ല. ഇതുപോലെ ഇങ്ങനെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ഒഴിച്ച് കഴുകിയതാണെങ്കിൽ ഒറ്റ പണിയോടെ തീർന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ തുണി നനച്ച് തുടയ്ക്കുന്നത് കൊണ്ട് ഒരുപാട് ടൈം എടുത്തു. ഇതിപ്പോൾ സ്പീഡിൽ കാണുന്നത് കൊണ്ട് അത്രയും സമയം എടുത്തതായിട്ട് തോന്നുന്നുണ്ടാവില്ല, പക്ഷേ ഒരുപാട് സമയം എടുത്തിട്ടാണ് തുടച്ച് വൃത്തിയാക്കിയത്. പിന്നെ ജനലൊക്കെ ഞാൻ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ചിലന്തി വല ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജനൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ തുടയ്ക്കാറുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുണ്ട്, പിന്നെ കറിയൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ പുളിച്ചാറ് വെക്കാമെന്ന് വിചാരിച്ചു. പാലക്കാടുകാരുടെ സ്വന്തം പുളിച്ചാറ്. ഈ ഒരു കറി പാലക്കാടുകാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. മറ്റുള്ളവർക്ക് ഈ ഒരു കറി അത്ര പരിചിതം ഉണ്ടാവില്ല. ഇത് വേറൊന്നുമില്ല, പുളി പിഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിൽ ചോറ് തീരുന്ന വഴി അറിയില്ല കേട്ടോ. എപ്പോഴും പാലക്കാട്ടുകാർക്ക് കുറച്ച് എരിവും പുളിയും ചൊടിയും ഒക്കെ മുമ്പിട്ട് നിൽക്കുന്ന കറികളോടായിരിക്കും താല്പര്യം കൂടുതൽ. അധികം വിഭവങ്ങളൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാത്തവരാണ്. ഉള്ള കറിക്ക് ചൊടി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത കറികളും കഴിക്കുമെങ്കിലും ഇതുപോലുള്ള എരിവും പുളിയൊക്കെ ഉള്ള കറികളോടായിരിക്കും പ്രിയം കൂടുതൽ. ഈ പുളിച്ചാറ് എന്ന് പറയുന്ന ഐറ്റം പ്രത്യേകിച്ച് മഴക്കാലത്ത് പിന്നെ നോമ്പിൻ്റെ സമയത്ത് അത്താഴത്തിനൊക്കെയാണ് സാധാരണക്കാരിൽ കൂടുതലും വയ്ക്കാറ്. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഒരു പറ ചോറുണ്ടെന്നൊക്കെ പറയില്ലേ, അത് സത്യ. ഒരു പറ ഉണ്ടില്ലെങ്കിലും ഒരു കിണ്ണം ചോറ് പോകുന്ന വഴിയേ അറിയില്ല. ഞാൻ ഈ കറി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഓരോ കറികൾക്കും ഓരോ ടേസ്റ്റ് അല്ലേ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എന്തായാലും എൻ്റെ സംസാരത്തിനിടയിൽ കിച്ചണിലെ പണികളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അടിച്ചു കോരലും കഴിഞ്ഞു. ഇനി തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ തുടച്ച് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കുന്നുണ്ട്. എല്ലാ ദിവസവും തുടയ്ക്കാറില്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുടയ്ക്കും. അല്ലെങ്കിൽ അഴുക്കോ പൊടിയോ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും തുടയ്ക്കാറുണ്ട്. പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല, സാധാരണ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുടയ്ക്കാറാണ് പതിവ്. പിന്നെ മോനുണ്ടല്ലോ, ഞാൻ ഓരോരോ പണികൾ ചെയ്യുന്നതിനിടയിൽ എൻ്റെ കാലിൽ തൂങ്ങാനായിട്ട് വരും. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഓക്കെ ആവും കേട്ടോ. പിന്നെ കുറേ നേരം അവൻ്റെ ഇഷ്ടത്തിന് കളിക്കാനായിട്ട് നിൽക്കും. മോള് ഫ്രണ്ടിൽ കളിക്കുന്നുണ്ട്, അവളുടെ ഫ്രണ്ടായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ ഒപ്പമില്ലാതെ മോനെ പുറത്തേക്ക് വിടാറില്ല, അതുകൊണ്ടാണ് അവൻ എപ്പോഴും സോഫയിൽ തന്നെ ഇരുന്ന് കളിക്കുന്നത്. പിന്നെ ജനലിലൂടെ നോക്കാറുണ്ട്, പുറത്തേക്ക് നോക്കി അങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. അതുതന്നെയാണ് അവൻ്റെ ഫേവറേറ്റ് പ്ലേസ്. പിന്നെന്താ, എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഡെയിലി റുട്ടീൻസൊക്കെ. ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം കടന്നു പോകുന്നത്. മിക്ക വീട്ടമ്മമാരുടെ ലൈഫും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ കടന്നു പോവുക. ജോലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലോ കാലത്ത് മുതൽ രാത്രി വരെയും ജോലി തന്നെ ആയിരിക്കും അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഈ സാമ്രാജ്യത്തിലെ മുതലാളിയും തൊഴിലാളിയൊക്കെ ഞാൻ മാത്രമായതുകൊണ്ട് ഈ ഒരു ലൈഫ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ചില ടൈമിൽ മൂഡ് സ്വിങ്സ് വരുമ്പോൾ മാത്രം ചെറിയ തോതിൽ ഒന്ന് വീക്കായി പോവും, എന്നാലും ബാക്ക് ടു റുട്ടീനായി വരുമ്പോൾ പണ്ടത്തേതിലും ഉഷാറായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടമ്മമാരും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ പണികളൊക്കെ തീർന്ന ഉടൻ തന്നെ ഒന്ന് ഫ്രഷ് ആവണം, അല്ലെങ്കിൽ വല്ലാത്തൊരു വിമിഷ്ടമായിരിക്കും. അങ്ങനെ ഞാനും ഫ്രഷായി മോനെയും കുളിപ്പിച്ചു. അങ്ങനെ അവനെ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചത് അവൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് അവൻ്റെ ടവൽ അഴിഞ്ഞു പോവുമോ എന്നുള്ള ആ ഒരു ടെൻഷനിലാണ്. ഞാൻ എങ്ങനെയൊക്കെ അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. അവൻ ഓരോന്ന് പറയുകയാണ് കേട്ടോ, നിങ്ങളോട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ കുളിച്ചു ഡ്രസ്സ് മാറ്റുകയാണ് എന്നൊക്കെയാണ് പറയണത് അവൻ. പിന്നെ അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് എഴുതി വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു അപ്പച്ചട്ടിയിലാണ് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്യാറ്. ചിക്കൻ ആയാലും മീനായാലും ഉരുളക്കിഴങ്ങായാലും എന്തായാലും ഇതിലാണ് ഫ്രൈ ചെയ്യാറ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അപ്പമൊന്നും ഇതിൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ശരിക്കും കിട്ടുന്നുമില്ല. ചില ടൈമിലൊക്കെ ഉഷാറായിട്ട് കിട്ടും, നന്നായിട്ട് എണ്ണ മയങ്ങി കിടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. ചില സമയത്ത്
സമയത്ത് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അപ്പമൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. നേരത്തെയൊക്കെ ഞാൻ പാലപ്പവും അപ്പവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അപ്പമേ ഉണ്ടാക്കലില്ല. അപ്പമൊക്കെ കുറേ ആയി ഉണ്ടാക്കിയിട്ട്, പിന്നെ കുറേ ആയിട്ട് ഇപ്പം ഉണ്ടാക്കലില്ല. അങ്ങനെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് താത്താൻ്റെ വീട്ടിലേക്ക് ഒക്കെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. വേറെ ഒന്നും അല്ല, തലേദിവസം നല്ല കാറ്റും മഴയും, ശക്തിയായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം പേടിച്ചിട്ടാണ് ഇപ്പോൾ താത്താൻ്റെ വീട്ടിലേക്ക് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചത്. ഇക്ക വരുമ്പോൾ, വൈകിട്ട് വരുമ്പോൾ കൂട്ടിയിട്ട് പോകാനായിട്ട് വരും. അപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ താത്താൻ്റെ മോള് ഡ്രോയിങ്ങിലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇത് ഹാഷിറാണ്. പിന്നെ നെക്സ്റ്റ് എൻ്റെ മോളെ വരച്ചതാണ്. എന്തായാലും എനിക്ക് മോളെ വരച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് താത്താൻ്റെ മോൻ വരച്ച കാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.